ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു അറബി സ്റ്റൈലിലൊരു കുറുക്കാണ് കേട്ടോ. അറബിയിൽ നമുക്ക് അസീദ എന്ന് പറയും. നമുക്കതിൽ ആട്ട ഞാൻ നല്ലോണം വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് ഷുഗർ വേണം. ഇത് ഞാൻ ആട്ടമാവാണ്, നമ്മുടെ നാട്ടിലെ ആട്ടമാവിനെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ഷുഗർ വേണം, കുറച്ച് കുങ്കുമപ്പൂ, ഒരു സാഫ്രാൻ എന്ന് പറയും അതിൽ, പിന്നെ കുറച്ച് റോസ് വാട്ടർ വേണം, പിന്നെ കുറച്ച് ഇഞ്ചിപ്പൊടി, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ കുറച്ച് നെയ്യ്. ഞാൻ മാവൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നേരെ നമുക്ക് മാവിലേക്കുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ഇഞ്ചിപ്പൊടി, ഏലക്കപ്പൊടി, കുങ്കുമപ്പൂവ് ഇതൊക്കെ ഞാൻ ആദ്യപ്പോഴും നമുക്ക് മാവിലോട്ടൊന്ന് സെറ്റാക്കണം. ഇത് കുറച്ച് റോസ് വാട്ടറാണ് കേട്ടോ. നമുക്ക് ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ. ഒരു ഹൽവ മോഡലിൽ വരും ലാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കൂടെ ഇട്ട് നല്ലോണം കുറച്ച് കുഴമ്പ് രൂപത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കുക. സെറ്റാവാൻ വേണ്ടിയാണ് കേട്ടോ. നല്ലപോലെ കുഴമ്പ് രൂപത്തിൽ ദോശമാവിന് കണക്കിന് പോലെ നമ്മൾ കുഴച്ച് വയ്ക്കുക. കുഴമ്പ് രൂപത്തിൽ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. 4 ചേരുവകൾ ഒഴിച്ചിട്ടുണ്ട്. കുങ്കുമപ്പൂവ്, സാഫ്രാൻ, ഏലക്ക, റോസ് വാട്ടർ. ഇതൊരു ചെമ്പിൽ ഞാൻ കുറച്ച് പഞ്ചസാര എന്ന് നമുക്ക് മാവിന് ഒരു കിലോ മാവിനാണെങ്കിൽ 1/2 കിലോ പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കി ബ്രൗൺ കളറിൽ ഉരുക്കിയെടുക്കുകയാണ്. നല്ല ബ്രൗൺ കളറിൽ ഉരുകി വരണം. ഇപ്പോൾ ഏകദേശം നല്ല വൃത്തിയായി ഉരുകി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി കണ്ടില്ലേ. ഇനി നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം നമുക്ക് കലക്കാൻ കണക്കായിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം ഇത്തിരി കട്ടിയാവും, പിന്നെ വീണ്ടും ചൂടാക്കുമ്പോൾ അതൊക്കെ അലിഞ്ഞു പോകും. ഒരു കണക്കിന് ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് മാവ് കണക്കിന് നമുക്ക് ഒഴിക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുക, കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുക കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ സർപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് കലക്കി വെച്ച മാവിനെ നമുക്കിതിൽ കൂടെ ഒഴിക്കുക. നമുക്കൊരു കണക്ക് കിട്ടുമല്ലോ പരുവത്തിന്, കണക്കാക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു പരുവം കിട്ടുമ്പോൾ വെച്ച് നിർത്തുക. നല്ല വൃത്തി ലൈനായിട്ടുണ്ട് കേട്ടോ. പക്ഷേ കഴിക്കാൻ കുറുക്ക് പോലെയാണ് കേട്ടോ. അറബിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് റെസിപ്പിയാണ് കേട്ടോ. അതിൽ നമുക്ക് കുറച്ച് നെയ്യിടാം, കുറച്ച് ഓയിലിടാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിവിടെ അസീത എന്ന് പറയും കേട്ടോ. അറബികൾ പറയുന്ന അസീതാണ്. നമ്മുടെ നാട്ടിലത് പല പേരും പറയും, കുറുക്കെന്ന് പറയാം. അങ്ങനെ നമുക്കിത് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എളുപ്പ പണിയാണ്. ഇതൊന്ന് സെറ്റാവണം. ഹലുവ മോഡലാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നല്ല ടൈറ്റാകുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം.